FCRA സംബന്ധിച്ചുള്ളത് ഗവൺമെൻറ്റുമായിട്ടുള്ള ചർച്ചകൾ നടക്കുകയാണ് എന്ന് നമുക്കറിയാം. നമുക്ക് അത് പ്രത്യാശയാണ്. നമുക്ക് സങ്കടങ്ങളും പീഡനങ്ങളും നമുക്ക് എപ്പോഴും ഉണ്ടാകും. ഏറെ പ്രത്യേകിച്ച് സഭ എല്ലാ കാലത്തും പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് വിവിധ ആളുകളാൽ. ഈശോ സ്വന്തം പ്രിയപ്പെട്ടവരാലാണ് ആക്രമിക്കപ്പെട്ടതെന്നറിയാം. 12 പേരിൽ ഒരാൾ ഗുരോ സ്വസ്തി എന്ന് പറഞ്ഞ് ഒറ്റുകൊടുത്തു. 2000 വർഷങ്ങളുടെ യാത്രയിൽ എത്രയോ തവണ ഇതുപോലെ പ്രിയപ്പെട്ടവർ ഒറ്റുകൊടുത്തിട്ടുണ്ട്. ആരാണ് തളരുക? സഭയെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നവർ തളർന്നു പോകുക തന്നെ ചെയ്യും. അവരില്ലാതെയാകും. സഭ എന്നും തല ഉയർത്തി നിൽക്കും. അത് മാത്രമേ ഇതേക്കുറിച്ച് പറയാൻ. അല്ല, ഒറ്റുകൊടുക്കലാണെന്ന് ഞാൻ പറഞ്ഞില്ല. പീഡനങ്ങൾ വിവിധ തലത്തിൽ നമുക്കുണ്ടാകും. നമുക്ക് ഈശോ നൽകുന്ന സന്ദേശം എല്ലാവരിലേക്കും സ്നേഹം, കരുണ എത്തിക്കുക. സഭ ഈ 2000 വർഷത്തെ യാത്രയിടയിൽ എവിടെയെല്ലാം തടവുകാരുണ്ടോ അവിടെ ഉണ്ട്, രോഗികളുണ്ടോ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരുണ്ടോ അവരുടെ അടുത്ത് സഭയുണ്ട്. അതെങ്ങനെയാണ്? ലോകമെങ്ങുമുള്ള ആളുകളിൽ നിന്ന് സഹായം സ്വീകരിച്ചുകൊണ്ടാണ് നാം എങ്ങും എത്തിക്കുക. അതുതന്നെയാണല്ലോ UNOയും ചെയ്യുന്നത്. ലോകത്തെല്ലാവരും ചെയ്യുന്നു. അതുതന്നെ സഭ ചെയ്യുന്നു. എന്നാൽ അതിനെ ഇല്ലാതാക്കാൻ പരിശ്രമിച്ചാലും ഇല്ലാതാകുന്നത് ആര് പരിശ്രമിക്കുന്നുണ്ടോ അവരായിരിക്കാം. അല്ലാതെ ഉദ്ധാനം ചെയ്ത ഈശോ ഒരിക്കലും ഇല്ലാതാകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിൽ പ്രത്യേകമായിട്ട് എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വോട്ടവകാശം എല്ലാവരും വിനിയോഗിക്കണം എന്ന് മാത്രമല്ല, അത് നമ്മുടെ പൗര അവകാശമാണ്. അവകാശം എല്ലാവരും വിനിയോഗിക്കണം. സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവർക്ക് വേണ്ടി, അടിച്ചമർത്തപ്പെട്ടവരുടെ പക്ഷം ചേരുന്നവർക്ക് വേണ്ടി, അവർക്ക് വേണ്ടി വോട്ട് ചെയ്യണമെന്ന ഒരു സന്ദേശം മാത്രമേ നൽകുന്നു. കാർഷിക രംഗം, വന്യമൃഗശല്യമൊക്കെയാണ് പലതവണ ആവർത്തിച്ച് പറഞ്ഞിരുന്നത്. അതെ, ഈ പ്രകടന പത്രിക പുറത്തിറക്കിയ ഇരു മുന്നണികൾ ഇതിന് വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ടല്ലോ. വലിയ പ്രത്യാശയാണ് അത് ഞങ്ങൾക്ക് നൽകുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന് അത് ചെയ്യാൻ സാധിക്കും എന്നറിയാം. നമുക്കതിന് കഴിയണം. ഇനി ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന സർക്കാർ ഇലക്ഷൻ കഴിയുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ശ്രദ്ധിക്കേണ്ട മേഖലകളിൽ ഒന്നാണ് വന്യമൃഗങ്ങളുടെ ആക്രമണം. നിരവധി ജീവനുകൾ പൊലിയുകയാണ്. ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഗവൺമെൻറ് ശാശ്വതമായൊരു പരിഹാരം ഇതിന് കണ്ടെത്തുമെന്ന്.